ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രസിൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓർഡിനോ പ്രോഗ്രാമിൽ എങ്ങനെയാണ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി മാനിപ്പുലേറ്റിംഗ് ഓഫ് സ്ട്രിങ് അഥവാ ഒരു സ്ട്രിങ് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Creating and printing the string, shortening the string, changing a word in the string. ഒരു സ്ട്രിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ അത് എങ്ങനെ പ്രിന്റ് ചെയ്യുമെന്നും കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു. ഷോർട്ടനിങ് ദി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് അതിൻ്റെ നൾ ടെർമിനേറ്റിംഗ് സീറോ, അതായത് നമ്മൾ അവസാനം കൊടുക്കുന്ന സീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സീറോ എന്ന് പറയുന്ന ഒരു നൾ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള ലെങ്ത്തിൻ്റെ മുൻപുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് വാല്യൂവിൽ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് വാല്യൂ സീറോ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് വാല്യൂ വരെ ആണ് നമുക്ക് സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യത്തുള്ളൂ. ചേഞ്ചിങ് എ വേർഡ് ഇൻ ദ സ്ട്രിങ്, നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ അകത്ത് വേർഡ് ചേഞ്ച് ചെയ്യാനോ അതുപോലെ വേർഡ് ആഡ് ചെയ്യാനോ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പർ നമുക്ക് ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഏറ്റവും അവസാനം വേർഡ് ആഡ് ചെയ്ത ശേഷം നമുക്ക് നൾ ടെർമിനേറ്റിംഗ് സീറോ, അതായത് സീറോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ പ്രിന്റ് ചെയ്യാം, ഷോർട്ടനിങ് എങ്ങനെ ചെയ്യാം, വേർഡ് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ലൈക്ക് എന്ന ഒരു പേരാണ് നമ്മൾ സ്ട്രിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഐ ലൈക്ക് കോഫി ആൻഡ് കേക്ക് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതിനുശേഷം നമുക്ക് സീരിയൽ മോണിറ്ററിൻ്റെ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്റ്റോർ ചെയ്ത സെൻറ്റൻസ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീരിയൽ ഡോട്ട് പ്രിന്റ് ലൈൻ ലൈക്ക് എന്നൊരു കമാൻഡ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഐ ലൈക്ക് കോഫി ആൻഡ് കേക്ക് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് സീരിയൽ മോണിറ്ററിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതിനുശേഷം ലൈക്ക് ബ്രാക്കറ്റ്സിൽ 13 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നു. അതായത് 13 എന്ന ഇൻഡെക്സ് വരുന്ന ഒരു പ്ലേസിൽ നമ്മൾ സീറോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ അകത്ത് 13 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എവിടെയാണോ അവിടെ വരെ മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇനി കിട്ടുകയുള്ളൂ. അതിനുശേഷം വരുന്ന ക്യാരക്ടേഴ്സ് റിമൂവ് ആയി പോകും, അതായത് ഔട്ട്പുട്ടിൽ കാണിക്കത്തില്ല. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ടെർമിനേറ്റ് ആവും. അതിനുശേഷം ലൈക്ക് 13ൽ ഒരു സ്പേസ്, അതുപോലെ 18ൽ ടി, 19ൽ ഇ, 20ൽ എ, അതുപോലെ 21ൽ സീറോ. അത് ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കമാൻഡ്സ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അവസാനം വന്നിരിക്കുന്ന ഒരു വേർഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ സീരിയൽ പ്രിന്റ് ലൈൻ ഉപയോഗിക്കുന്നു. മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് 2 ലെറ്റർ ആയിട്ടല്ല സേവ് ആയിരിക്കുന്നത്. ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നോക്കാം. കമ്പയർ ആയിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത ശേഷം ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.